ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 15ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. പക്ക സിലബസ് ഓറിയന്റഡ് ആയിട്ട് SCERT, NCERT അങ്ങനെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും അതേപോലെ തന്നെ PDF നോട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം ഇതിൻ്റെ PDF നോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSCയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലാസ് അതേപോലെ തന്നെ PDF നോട്ട് അത് കഴിഞ്ഞതിന് ശേഷം കൃത്യം 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്, അതിൽ കൂടി അറ്റൻഡ് ചെയ്യുക. പക്ക സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫർ. ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഇതിൻ്റെ വർഷം തന്നെയാണ്. അപ്പോൾ എന്നാണ് ഓഗസ്റ്റ് ഓഫർ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ആരാണ് ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി എന്ന് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ആരാണ് വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിൻ ലിത്കോ ആണ്. ഓക്കെ, അപ്പോൾ ലിൻ ലിത്കോ ആണ് എന്ത് ചെയ്യുന്നത്, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. ഈ സമയം ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പൊ നമ്മൾ 2 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫർ എന്നാണ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1940 ഓഗസ്റ്റ് 8. അതേപോലെ ആരാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിൻ ലിത്കോ പ്രഭു ആണ്. ആ സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഓക്കെ, ഇനി എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1939 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, ഓഗസ്റ്റ് ഓഫറിനെ പറയാം. ഓക്കെ, കാരണം ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളെ സൈന്യത്തിലേക്ക് ചേർക്കുകയും അങ്ങനെ എന്ത് ചെയ്യുക, ബ്രിട്ടന്റെ ശക്തി ഒന്നുകൂടിയും ബലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ബ്രിട്ടൻ എന്താണ് നമുക്ക് വെച്ച ആ ഒരു ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്, അതായത് ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി, അതായത് ഡൊമീനിയൻ സ്റ്റാറ്റസ് നൽകാം എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് ഓഫറിന്റെ എന്തായിരുന്നു ആ ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ്, പുത്രികാ രാജ്യ പദവി ഇന്ത്യക്ക് നൽകാം, അതായത് ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന പദവി ഇന്ത്യക്ക് നൽകാം എന്നുള്ളതായിരുന്നു ഈ വാഗ്ദാനത്തിൽ. ഓക്കെ, എന്തായിരുന്നു ഈ ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതായത് ബ്രിട്ടീഷ് കോമൺവെൽത്തിലെ രാജ്യങ്ങൾക്ക് സ്വയംഭരണ അവകാശം നൽകുന്ന പദവിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് കോമൺവെൽത്തിലെ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, സ്വയംഭരണ അവകാശം നൽകുന്ന ആ ഒരു പദവിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പുത്രികാ രാജ്യ പദവി എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഡൊമീനിയൻ സ്റ്റാറ്റസ് കിട്ടിയ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഭ്യന്തരോ ബാഹ്യമോ ആയ കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാം, അവർക്ക് തമ്മിൽ സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാം. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം ആരിൽ വിധേയത്വമുള്ളവരായിരിക്കണം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് വിധേയത്വമുള്ളവരായിട്ട് മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു മെച്ചം എന്ന് പറയുന്നത് ആർക്ക് കിട്ടുന്നില്ല, ഈ പറയുന്ന കോമൺവെൽത്ത് രാജ്യങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ,
അതായത് ഈ പറയുന്ന ഡൊമീനിയൻ സ്റ്റാറ്റസ് പദവി കിട്ടി. പക്ഷെ എന്നിരുന്നാലും ആര് തന്നെയാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെയാണ്. അപ്പോൾ ഇവരോട് വിധേയത്വമുള്ളവരായിട്ട് തന്നെ വേണം അവർക്ക് എന്ത് ചെയ്യാനായിട്ട്? മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ അതായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓഗസ്റ്റ് ഓഫർ പ്രകാരം ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലെ വിപുലീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എതിർത്ത രണ്ട് സംഘടനകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ആയിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സംഘടന എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ഇവർ രണ്ടുപേരും എന്തല്ല ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫറിനെ എന്ത് ചെയ്യുന്നില്ല? അനുകൂലിക്കുന്നില്ല. അവരെതിർത്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സ്വയംഭരണ അവകാശം കൊടുക്കുന്നു. സ്വയംഭരണ അവകാശം കൊടുത്താലും അത് ആരോട് അനുഭാവം പുലർത്തുന്നവരായിരിക്കണം? ഈ പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് വിധേയത്വം പുലർത്തുന്ന ആളുകളായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് പോകേണ്ടി വരും. സ്വന്തമായിട്ട് ഒരു ഭരണഘടന അപ്പോഴും ആർക്ക് കിട്ടുന്നില്ല? ഈ പറയുന്ന കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്ത് ചെയ്തത്? ഇതിനെ എതിർത്തത്. അപ്പോൾ ഇത്രയും കാര്യമാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ? ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഞാൻ ഒന്നുകൂടി പറയാം. ഓഗസ്റ്റ് ഓഫർ നടന്ന വർഷം എന്നാ ചോദിച്ചാൽ മക്കളെ, 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നത്. ആരാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലിൻ ലിത്കോ പ്രഭു അല്ലെങ്കിൽ ലിൻ ലിത്കോ എന്ന് പറയുന്ന വൈസ്രോയി ആണ് ഇത് പ്രഖ്യാപിച്ചത്. ഇനി ആരായിരുന്നു ആ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. അതേപോലെ തന്നെ എന്തായിരുന്നു ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പുത്രികാ രാജ്യ പദവി അല്ലെങ്കിൽ ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ത് ചെയ്യാം? ഈ പറയുന്ന കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് നൽകാം, സ്വയംഭരണ അവകാശം കൊടുക്കാം എന്നുള്ള ആ ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡൊമീനിയൻ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഓഫർ പ്രകാരം എന്താണ് നിലവിൽ ഈ പറയുന്ന വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തി. അത്ര മാത്രമാണ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ? വരുന്നുള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഈ പറയുന്ന ഒരു സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് സംഘടനകളാണ് ഇതിനെ എതിർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസും അതേപോലെ തന്നെ മുസ്ലിം ലീഗും ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ക്രിപ്സ് മിഷൻ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1942 ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ഓർത്തു വച്ചോ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആണ് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, ആരാണ് അപ്പോൾ പ്രധാനമന്ത്രി? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ക്രിപ്സ് മിഷൻ എന്തായിരുന്നു മെയിൻ ആയിട്ട് അവർ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന നിർമ്മാണ സഭ അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കാമെന്നുമായിരുന്നു ക്രിപ്സ് മിഷന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഓക്കെ, ആരായിരുന്നു ഇങ്ങോട്ടേക്ക് അയച്ചത്? വിൻസ്റ്റൺ ചർച്ചിലാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. എന്നാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1942 മാർച്ച് 22. ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അപ്പോൾ ക്രിപ്സ് മിഷനുമായി നടത്തിയ ചർച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇനി ക്രിപ്സ് മിഷൻ കോൺഗ്രസ് അംഗീകരിക്കുന്നതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാലാണ്. ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിക്കാത്തതിന് കാരണം
പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലാണ് ക്രിപ്സ് മിഷനെ ആര് ഈ പറയുന്ന മുസ്ലിം ലീഗ് അംഗീകരിക്കാതിരുന്നത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. തകർന്നുകൊണ്ടിരിക്കുന്ന, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ശ്രദ്ധിച്ചോ മക്കളെ, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിപ്സ് മിഷനെയാണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ എന്തിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏതിനെ കൊണ്ടുവരുന്നത്? ക്രിപ്സ് മിഷനെ രൂപീകരിച്ചത്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? വെരി വെരി ഇമ്പോർട്ടന്റ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷനെ ആരാണ് ഇന്ത്യയിലേക്ക് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? വിൻസ്റ്റൺ ചർച്ചിലാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1942 മാർച്ച് 22. എന്തായിരുന്നു ഈ ക്രിപ്സ് മിഷന്റെ വാഗ്ദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു? പുത്രികാ രാജ്യ പദവി. ഇതേപോലെ തന്നെയായിരുന്നു ഏതിലും പറഞ്ഞത്? ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫറിലും എന്ത് ചെയ്തത്? ഇവരുടെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വെരി വെരി ഇമ്പോർട്ടന്റ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കുന്നതിന് കാരണം ഉടനടി ഇന്ത്യക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു? സ്വാതന്ത്ര്യം നൽകാമെന്ന് പറയുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതായത് നിയമനിർമ്മാണ സഭ രൂപീകരിക്കാം. ഇതായിരുന്നു ആരുടെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ ഈ പറയുന്ന കോൺഗ്രസ് അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു? സെറ്റ് ആവുന്നത്, അതായത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ത്? ഈ പറയുന്ന ക്രിപ്സ് മിഷനെ. ഓക്കെ, എന്നാൽ ആരാണ് നിലവിൽ അംഗീകരിക്കാതിരുന്നത്? മുസ്ലിം ലീഗാണ്. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫർ നിലവിൽ ആരൊക്കെയാണ് ഇതിനെ എതിർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ആണ്. പക്ഷെ എന്താണ് ഈ സമയത്ത് എന്താണ്? ക്രിപ്സ് മിഷന്റെ സമയത്ത് കോൺഗ്രസ് അംഗീകരിക്കുകയും അതിൻ്റെ അകത്ത് എതിർത്ത് നിന്നത് ഒരേ ഒരു സംഘടന മാത്രമാണ്, അത് മുസ്ലിം ലീഗുമാണ്. എന്തായിരുന്നു മുസ്ലിം ലീഗ് ഈ പറയുന്ന എന്താണ് ക്രിപ്സ് മിഷനെ എതിർക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗ് അംഗീകരിക്കാത്തതിന് കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലാണ്. അതായത് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യാണ്? മടങ്ങുകയാണ് അതോടുകൂടി 1942 ഏപ്രിൽ 12. അപ്പോൾ ആരാണ് എന്താണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് വേവൽ പ്ലാൻ. 1945 വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. വേവൽ പ്ലാൻ മുന്നോട്ട് വെച്ച വൈസ്രോയി ആണ് വേവൽ പ്രഭു. 1945 ജൂൺ 14 എന്ത് വരുന്നത്? ഈ പറയുന്ന വേവൽ പ്ലാൻ നിലവിൽ വരുന്നത്. വേവൽ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗമാണ് സിംല കോൺഫറൻസ്. 1945 സിംല കോൺഫറൻസ്. 1945 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയാണ് സിംല കോൺഫറൻസ് നടന്നത്. അപ്പോൾ വേവൽ പ്ലാൻ ആരാണ് മുന്നോട്ട് വച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലോർഡ് വേവൽ ആണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1945 ജൂൺ 14. ഇനി വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗം അറിയപ്പെട്ടിരുന്നതാണ് സിംല കോൺഫറൻസ്. 1945 എന്ന് മുതൽ എന്ന് വരെ ആയിരുന്നു ഈ ഒരു കോൺഫറൻസ് നിലനിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1945 ജൂൺ 25 മുതൽ ജൂൺ 14 വരെ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സിംല കോൺഫറൻസ് നീണ്ടു നിന്നത്. സിംല കോൺഫറൻസിൽ പങ്കെടുത്ത ആകെ വ്യക്തികൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 പേരാണ് സിംല കോൺഫറൻസിൽ പങ്കെടുത്തത്. 21 പേര്. സിംല സമ്മേളനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. സിംല കോൺഫറൻസ് പരാജയപ്പെടാനുള്ള കാരണം എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കുള്ള മുസ്ലിങ്ങളുടെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവകാശം മുസ്ലിം ലീഗിന് മാത്രമായി വേണമെന്നുള്ള ജിന്നയുടെ നിർദ്ദേശമാണ് സിംല കോൺഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു സിംല കോൺഫറൻസ് പരാജയപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് മുസ്ലിങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് മാത്രമായിട്ട് വേണമെന്ന ജിന്നയുടെ നിർദ്ദേശമായിരുന്നു. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേവൽ പ്ലാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഈ പറയുന്നത് നമ്മുടെ വേവൽ പ്ലാൻ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയായിരുന്നു ഈ വേവൽ പ്ലാന്റെ നിർദ്ദേശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിങ്ങളും ഉണ്ട്, ഇവർക്ക് തുല്യ പ്രാതിനിധ്യമുള്ള എന്ത് ചെയ്യുക, ഒരു ഇടക്കാല ഗവൺമെന്റിനെ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റിനു നൽകാം. അതേപോലെ തന്നെ പുനഃസംഘടിപ്പിക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തുല്യ പ്രാതിനിധ്യം എന്ത് ചെയ്യുക, കൊടുക്കുക. അതേപോലെ വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം എന്ന് പറയുന്നത് ഗവർണർ ജനറലും മുഖ്യ സൈന്യാധിപനുമായി മാത്രം ചുരുക്കുന്നു. ഇത്രയൊക്കെ ആയിരുന്നു വേവൽ പ്ലാന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഡിഗ്രി ലെവൽ എക്സാംസ് ആയതുകൊണ്ട് എന്താണ് വേവൽ പ്ലാനിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഉൾപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ പെട്ടുപോകരുത്. അതുകൊണ്ട് പഠിച്ചോ, ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാം. ഒന്നാമത്തെ നിർദ്ദേശമായിരുന്നു വേവൽ പ്ലാന്റെ എന്താണ്? ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാം. രണ്ടാമത്തെയാണ് പ്രതിരോധമൊഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റിന് നൽകാം. ഇനി മൂന്നാമത്തെയാണ് പുനഃസംഘടിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തുല്യ പ്രാധാന്യം ലഭിക്കും. അടുത്തതാണ് വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലും മുഖ്യ സൈന്യാധിപനുമായി മാത്രം ചുരുക്കും. ഇതായിരുന്നു വേവൽ പ്ലാൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ. എന്നാണ് വേവൽ പ്ലാൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാലോ, 1945 ജൂൺ 14 വേവൽ പ്ലാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെട്ടിരുന്ന പേരാണ് സിംല കോൺഫറൻസ്. എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1945 ജൂൺ 25 മുതൽ ജൂൺ 14 വരെ. ആകെ പങ്കെടുത്ത വ്യക്തികളെ ചോദിച്ചു കഴിഞ്ഞാലോ 21 വ്യക്തികൾ. സിംല കോൺഫറൻസിന്റെ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. എന്താണ് സിംല കോൺഫറൻസ് ഫെയിലിയർ ആകാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് മുസ്ലിങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവകാശം മുസ്ലിം ലീഗിന് മാത്രമായിട്ട് വേണമെന്ന് ആര് പറഞ്ഞു? ജിന്ന പറഞ്ഞതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാജയത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. അതേപോലെ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏതാണ് മക്കളെ? വേവൽ പ്ലാൻ ആണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്? ഒരു മാർക്കിനെങ്കിലും ചോദിക്കാറുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്. മിക്കപ്പോഴും ചോദിക്കാറുള്ളത് വർഷമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച ഒരു മിഷനാണ് എന്തെന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഓർത്തു വച്ചോ, എന്നാണ്? 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഇന്ത്യയിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 മാർച്ച് 23. വെരി വെരി ഇമ്പോർട്ടന്റ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1946 മാർച്ച് 23. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23 കറാച്ചിയിലും തുടർന്ന് മാർച്ച് 24 എവിടെയും എത്തി? ഡൽഹിയിലും എത്തി. അപ്പോൾ പ്രോപ്പറായിട്ട്, അതായത് ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23 കറാച്ചിയിൽ വന്നു. അതേ തുടർന്ന് പിന്നെ എന്താണ്? പിന്നീടാണ് എവിടെ വന്നത്? ഡൽഹിയിൽ വന്നതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1946 മാർച്ച് 24. ആരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ അല്ലാത്തതാരാണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടത് ആരാണ്? അങ്ങനെ ഒക്കെ PSC ചോദിക്കാറുണ്ട്. ഓർത്തു വച്ചോ, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ്. ഒന്നാമത്തെ ആളാണ്
പെത്വിക് ലോറൻസ്. ഓക്കെ, പെത്വിക് ലോറൻസ്. രണ്ടാമത്തെ ആളാണ് സ്റ്റാഫോർഡ് ക്രിപ്സ്. മൂന്നാമത്തെ ആളാണ് AV അലക്സാണ്ടർ. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആകെ എത്ര പേരായിരുന്നു? 3 പേരാണ് ഇങ്ങോട്ടേക്ക് അയച്ച വ്യക്തികൾ എന്ന് പറയുന്നത്. ക്ലമന്റ് ആറ്റ്ലി. അതിൻ്റെ അകത്ത് ആദ്യത്തെ ആളാണ് പെത്വിക് ലോറൻസ്, രണ്ടാമത്തെ ആളാണ് സ്റ്റാഫോർഡ് ക്രിപ്സ്, മൂന്നാമത്തെ ആളാണ് AV അലക്സാണ്ടർ. മക്കളെ ഇനിഷ്യൽ ഉൾപ്പെടെ പഠിച്ചു വച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിൻ്റെ അകത്ത് ക്യാബിനറ്റ് മിഷനിലെ ചെയർമാൻ, വെരി വെരി ഇമ്പോർട്ടന്റ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, പെത്വിക് ലോറൻസ്. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പെത്വിക് ലോറൻസ് ആണ്. ഓക്കെ, ക്യാബിനറ്റ് മിഷനിലെ ചെയർമാൻ ആണ് പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 മെയ് 16 എന്ത് ചെയ്യാണ്? ഇവിടുത്തെ നേതാക്കളുമായി ഒക്കെ ചേർന്ന് നിലവിൽ എന്ത് ചെയ്യാണ്? പറഞ്ഞ അവസാനം എന്ത് ചെയ്യാണ്? ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണ് 1946 മെയ് 16. ഇന്ത്യയിൽ നിന്ന് 1946 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ക്യാബിനറ്റ് മിഷനിലെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത്? ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക. എന്താണ്? ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക. എന്തിന്റെ ശുപാർശയായിരുന്നു? ഈ പറയുന്ന ക്യാബിനറ്റ് മിഷന്റെ ശുപാർശകളിൽ ഒന്നാമത്തെയാണ് ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. രണ്ടാമത്തത് ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക. അങ്ങനെയാണ് എന്തു വന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടന തയ്യാറാക്കാൻ എന്ത് ചെയ്യണം? ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യുക? സ്ഥാപിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. അപ്പൊ ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? സ്വാതന്ത്ര്യം അങ്ങ് കൊടുത്തേക്കുക. അതേപോലെ തന്നെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. അങ്ങനെ 1946 സെപ്റ്റംബർ 2. ഓക്കെ, അപ്പോൾ അതിന്റെ ആദ്യത്തെ നിർദ്ദേശത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. അപ്പൊ ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? അങ്ങനെ 1946 സെപ്റ്റംബർ 2 എന്ത് ചെയ്യാണ്? ലോക നാളികേര ദിനം എന്നാണെന്നുള്ളത് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എന്നാണ് ലോക നാളികേര ദിനം. ഓക്കെ, അപ്പോൾ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2. ഓക്കെ, ഇടക്കാല ഗവൺമെന്റ് വൈസ് പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അതേപോലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇവിടെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവൽ പ്രഭു ആണ്. അതായത് നമുക്കറിയാം ഏകദേശം 1945 ടു 47 വരെയും ആ ഒരു സമയത്തൊക്കെ ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ആര് തന്നെയാണ്? വേവൽ പ്രഭു ആണ്. ഇന്ത്യ വേവുകയായിരുന്നു ചൂട് പിടിച്ച് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴും ആര് തന്നെയാണ്? വൈസ്രോയി വേവൽ പ്രഭു ആണ്. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 46 മെയ് 6. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് നിന്ന് മടങ്ങിയ വർഷം 46 ജൂൺ 29 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ ഇത്രയാണ് ക്യാബിനറ്റ് മിഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എന്തായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിനായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച ഒരു കമ്മീഷൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഡൽഹിയിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1946 മാർച്ച് 24. എന്നാണ് മക്കളെ കറാച്ചിയിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 മാർച്ച് 23. എത്ര പേരാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആരെന്ന് പറയുന്നത്? പെത്വിക് ലോറൻസ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ബാക്കി 2 പേരാണ് ആരൊക്കെയെന്ന് പറയുന്നത്? സ്റ്റാഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടർ. ഓക്കെ, ഇനി എന്തായിരുന്നു ഈ പറയുന്ന ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് നിലവിൽ ശുപാർശ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഒരു ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക, ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഭരണഘടന തയ്യാറാക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അങ്ങനെ എന്ത് ചെയ്യാണ്? ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുകയാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 സെപ്റ്റംബർ 2. ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അതേപോലെ തന്നെ വൈസ്രോയി ആ സമയത്ത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വേവൽ പ്രഭു ആണ്. അതേപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് 1946 ജൂൺ 29. ഓക്കെ, ഇനി നമുക്ക് ആ ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
ചിലപ്പോൾ എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ആള് പ്രസിഡന്റ് എന്ന് പറയുന്നത് വേവൽ പ്രഭു ആണ്. അതേപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആരാന്ന് ചോദിച്ചാൽ സർ ക്ലൗഡ് ഓച്ചി ലിങ് ലക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിലവിൽ പ്രസിഡന്റ് വേവൽ പ്രഭു ആണ്. അതേപോലെ തന്നെ എന്താണ് കമാൻഡർ ഇൻ ചീഫ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ക്ലൗഡ് ഓച്ചിൻ ലെക്കാണ്. ഓക്കെ, അപ്പോൾ സർ ക്ലൗഡ് ഓച്ചിൻ ലെക്കാണ് കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് വിദേശകാര്യം ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് വൈസ് പ്രസിഡന്റും വിദേശകാര്യവും. ആഭ്യന്തരം ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ആരാ ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. കൃഷി ഭക്ഷ്യമാണെങ്കിലോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ്. കലാവിദ്യാഭ്യാസം ആരോഗ്യം ആരാ ചോദിച്ചാൽ ഷാഫത്ത് അഹമ്മദ് ഖാനാണ്. ഓക്കെ, ഷാ അഹമ്മദ് ഖാനാണ്. അതേപോലെ കൊമേഴ്സ് CH ബാബയാണ്. പ്രതിരോധം ബൽദേവ് സിംഗ്. പ്രതിരോധം എന്ന് പറയുമ്പോൾ കുറച്ച് ബലമുള്ള ആൾക്കാരൊക്കെ വേണം, അപ്പോൾ പ്രതിരോധം ബൽദേവ് സിംഗ്. ധനകാര്യം ജോൺ മത്തായി. ഓക്കെ, അപ്പൊ ധനം ഒത്തിരി അങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ എന്തായി മത്തായി എന്ന് ഓർത്താൽ മതി. ഇനി വ്യവസായം വിതരണം C രാജഗോപാല ആചാരി. അതേപോലെ തന്നെ തൊഴിൽ ജഗ്ജീവൻ റാമാണ്. നിയമം സയ്യിദ് അലി സഹീർ ആണ്. റെയിൽവേ വാർത്താവിനിമയം പോസ്റ്റ് ആൻഡ് എയർ അസഫ് അലിയാണ്. അസഫ് അലിയാണ്. ഖനികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊർജം ശരത് ചന്ദ്ര ബോസ് ആണ്. ഇടക്കാല മന്ത്രിസഭയിൽ ആദ്യം ചേരാതിരുന്ന അത് മുസ്ലിം ലീഗാണ്. പിന്നീട് ഇടക്കാല മന്ത്രിസഭയിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന ശരത് ചന്ദ്ര ബോസ്, അഹമ്മദ് ഖാന്, സയ്യിദ് അലി സഹീർ എന്നിവരെ രാജിവെക്കുകയാണ്. അതിന് പകരമായിട്ട് പുതിയ അംഗങ്ങൾ നിയമിക്കുകയാണ്. ധനകാര്യത്തിലാണെങ്കിൽ ലിയാഖത്ത് അലി ഖാനും, കൊമേഴ്സ് ആണെങ്കിൽ M ചുന്ദ്രികറും, അതേപോലെ തന്നെ പോസ്റ്റ് ആൻഡ് എയർ അബ്ദുൾ റബ് നിഷ്താറും, ആരോഗ്യമാണെങ്കിൽ ഗാസർ അലി ഖാനാണ്. നിയമം രാജേന്ദ്രനാഥ് മണ്ഡലാണ്. അതേപോലെ തന്നെ പുതിയ അംഗങ്ങളുടെ വരവോടെ ജോൺ മത്തായി, C രാജഗോപാലാചാരി, CH ബാബ എന്നിവരുടെ വകുപ്പുകൾ താഴെ പറയുന്ന പ്രകാരം വീണ്ടും മാറ്റുവാണ്. അങ്ങനെ വ്യവസായം വിതരണം ജോൺ മത്തായി ആവുകയാണ്. കലാവിദ്യാഭ്യാസം C രാജഗോപാലാചാരി. സേലത്തെ മാമ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന C രാജഗോപാല ആചാരിയാണ്. ഖനികൾ ഊർജം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CH ബാബയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ, അതായത് ഈ പറയുന്ന ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഒരു ഇടക്കാല മന്ത്രിസഭ നിലവിൽ വരുന്നു. അത് 1946 സെപ്റ്റംബർ 2 അതിന്റെ പ്രസിഡന്റ് വേവൽ പ്രഭു ആണ്. അതേപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആരാണ് ഈ പറയുന്ന നിലവിൽ സർ ക്ലൗഡ് ഓച്ചിൻ ലിക്കാണ്. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് വിദേശകാര്യം ജവഹർലാൽ നെഹ്റു ആണ്. ആഭ്യന്തരം ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നോട്ട് ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടെലഗ്രാമിൽ ഇതിൻ്റെ അകത്ത് നോട്ടിൻ്റെ അകത്ത് 1-2 പ്രാവശ്യം എന്ത് ചെയ്യുക, നോട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം, മൗണ്ട് ബാറ്റൻ പ്ലാനിലേക്ക് പോവാം. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലുമായിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയിസ് മൗണ്ട് ബാറ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ലൂയി മൗണ്ട് ബാറ്റൻ ആണ് ആരെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും അതേപോലെ തന്നെ എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നതും മൗണ്ട് ബാറ്റൻ ആണ്. നമുക്ക് വൈസ്രോയിസ് ആൻഡ് ഗവർണർ ജനറൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളൊരു 15 ഗവർണർ ജനറലും 20 വൈസ്രോയിനെ സെറ്റായിട്ട് നമ്മൾ പഠിച്ചു പോകും. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സെറ്റായിട്ട് തന്നെ പഠിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇതിന്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ക്ലാസിന്റെ ലെങ്ത് ഒത്തിരി കൂടും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പിന്നെ ചെയ്യാതിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, വൈസ്രോയിസ് ആൻഡ് ഗവർണർ ജനറൽ പഠിക്കുമ്പോൾ കിടിലമായിട്ട് തന്നെ അത് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഓക്കെ, ഇനി അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും ഇന്ത്യയിലെ എന്താണ് ആദ്യ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതും ലൂയി മൗണ്ട് ബാറ്റൻ ആണ്. ലൂയി മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാ ചോദിച്ചാൽ മക്കളെ 1947 മാർച്ച് 22 ലൂയി മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത്, മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ വിഭജിക്കുന്നതിനും അതേപോലെ തന്നെ എന്താണ് സ്വാതന്ത്ര്യം നൽകുന്നതിനുമായിട്ടാണ് മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയത്.
മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ജൂൺ 3 പ്ലാൻ ഒന്നാമത്തെയാണ്, മക്കളെ ഓർത്തോ, ശ്രദ്ധിച്ചോ, എന്താണ് ജൂൺ 3 പ്ലാൻ. രണ്ടാമത്തെയാണ് ബാൽക്കൻ പ്ലാൻ എന്ന് പറയുന്നതും, മൂന്നാമത്തെ ഡിക്കി ബേർഡ് പ്ലാൻ. ഓക്കെ, അപ്പോൾ എന്താണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത് ജൂൺ 3 പ്ലാൻ. ഒന്നാമത്തെ ജൂൺ 3 പ്ലാൻ. രണ്ടാമത്തെയാണ് ഏതെന്ന് പറയുന്നത് ബാൽക്കൻ പ്ലാൻ. ഇനി മൂന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത് ഡിക്കി ബേർഡ് പ്ലാൻ. ഡിക്കി ബേർഡ് പ്ലാൻ ശ്രദ്ധിച്ചു വച്ചോ, ഒരു മാർക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഈ പറയുന്ന പദ്ധതി മുഖേന എന്ത് ചെയ്യുന്നു, ഇന്ത്യയെ വിഭജിച്ച് ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു, ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെട്ട മറ്റു പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഈ പറയുന്ന ജൂൺ 3 പ്ലാൻ, ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ. ഓക്കെ, ഇനി 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വച്ചാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത് ജൂൺ 3 പ്ലാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്, ഈ പ്ലാൻ അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്തത് എന്താണ്, നിലവിൽ എന്താണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിച്ചു. ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിൽ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ നമുക്കറിയാം സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്. ഓക്കെ, അധികാര കൈമാറ്റത്തിനായി 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതിയും ഏത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരമാണ് എന്ത് ചെയ്തത്, ഇന്ത്യയുടെ അധികാര കൈമാറ്റം എന്നത്തേക്ക് മാറ്റിയത് 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന തീയതിയിലേക്ക് മാറ്റിയത്. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഒന്ന് VP മേനോൻ ആണ്. ഓക്കെ, ആരാണ്? VP മേനോൻ. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് മക്കളെ? VP മേനോൻ ആണ്. ആരാണ്? VP മേനോൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏത്? ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഓക്കെ, അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഓക്കെ, അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായെന്ന് കരുതുന്നു. എന്നാണ് ഇന്ത്യയിലെത്തിയത്? 47 മാർച്ച് 22. അതേപോലെ തന്നെ എന്താണ് ഇതറിയപ്പെടുന്ന മറ്റു പേരാണ് ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് ബാൽക്കൻ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെ എന്താണ് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് രാജ്യം അനുവദിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇവരെ അംഗീകരിച്ചു. അധികാര കൈമാറ്റത്തിനായിട്ട് ഇന്ത്യയുടെ 1947 ഓഗസ്റ്റ് 15 തീയതി നിശ്ചയിച്ചത് ആരാന്ന് ചോദിച്ചാൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അതേപോലെ തന്നെ എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. സഹായിച്ച വ്യക്തി ആരാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിക്ക്? VP മേനോൻ ആണ്. അടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം 1948 ജൂൺ 30 അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ 1947 ബ്രിട്ടീഷ് എന്താണ് 47 ജൂൺ എന്താണ് 1948 ജൂൺ 30 എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുമെന്ന് ആര് പ്രഖ്യാപിച്ചു? ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപിച്ചു. ഓക്കെ, ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് തങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം വേണമെന്ന അവകാശവാദവുമായി എന്ത് ചെയ്യാണ്, മുന്നോട്ടേക്ക് വരികയാണ്. ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപവൽക്കരിച്ചത് 47 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞു. ജൂൺ 3 ബാൽക്കൻ, അതേപോലെ തന്നെ ഡിക്കി ബേർഡ് പ്ലാൻ. ഈ പദ്ധതിയെ കോൺഗ്രസും മുസ്ലിം ലീഗും എന്ത് ചെയ്യാണ്, അംഗീകരിച്ചു. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാന നിയമം, വെരി വെരി ഇമ്പോർട്ടന്റ്, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാന നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, അപ്പോൾ
അതായത് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാന നിയമം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യ വിഭജനത്തിനു ശേഷം ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിന് ഈ നിയമം എന്ത് ചെയ്യുകയാണ്? കാരണമായി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി നിർത്തലാക്കുകയും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ് എന്ന ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. അപ്പോൾ ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരമാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി നിർത്തലാക്കുകയും അതിനുശേഷം ഏതാണ് വന്നത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ് എന്ന ഉദ്യോഗസ്ഥന് അത് കൈമാറുകയും ചെയ്തു. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ രേഖകളിൽ നിന്നും ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പ്രയോഗം എന്ത് ചെയ്യാണ്? നീക്കം ചെയ്യാണ്. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നാണ് അങ്ങനെ ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ജൂലൈ 4 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 1947 ജൂലൈ 4 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 47 ജൂലൈ 4. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമത്തിന് രാജകീയ അംഗീകാരം ലഭിച്ചത് 47 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 47 ഓഗസ്റ്റ് 15. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന നാഴികക്കല്ലുകൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഒരു 10th ലെവലാണെങ്കിലും +2 ലെവലാണെങ്കിലും ഡിഗ്രി ലെവലിലും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എം.എൻ. റോയി ആണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചു എം.എൻ. റോയി. മുന്നോട്ട് വച്ചത് ഏത് പത്രത്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. ആര് പറഞ്ഞത്? എം.എൻ. റോയി പറഞ്ഞത്. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞത് എം.എൻ. റോയി ഏത് പത്രത്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് എം.എൻ. റോയി 1934 ഉന്നയിച്ചത്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബോംബെ സമ്മേളനമാണ് 1935. ഓക്കെ, ആരായിരുന്നു ഈ പറയുന്ന 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഫൈസ്പൂർ സമ്മേളനം 1936. ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഫൈസ്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിലാണ് ഫൈസ്പൂർ സ്ഥിതി ചെയ്യുന്നത്, മഹാരാഷ്ട്ര. ബാഹ്യശക്തികളുടെ സ്വാധീനമില്ലാത്ത ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് പ്രഖ്യാപിച്ചത് 1938 ജവഹർലാൽ നെഹ്റു ആണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണമെന്ന പ്രമേയം നെഹ്റു അവതരിപ്പിച്ച സമ്മേളനമാണ് ബോംബെ സമ്മേളനം 1927 മെയ് 17. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 മെയ് 19. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്, അതായത് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1928 ഓഗസ്റ്റ് 10. ഒത്തിരി തവണ ചോദിച്ചാണ് ഈ പറയുന്ന നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് 1928 ഓഗസ്റ്റ് 10. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒത്തിരി തവണ PSC എന്താണ് ഈ പറയുന്ന എക്സാമുകളിൽ എല്ലാം എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായി
ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, MN റോയി ആണ്. ഏത് പത്രത്തിലൂടെയാ? ദ പാട്രിയറ്റ് എന്ന് പറയുന്ന എന്താണ് പത്രത്തിലൂടെയാണ്, ദ ഇന്ത്യൻ പാട്രിയറ്റ്. ഓക്കെ, ഇനി ആ സമയത്ത് മുന്നോട്ടേക്ക് വച്ച രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന് മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ചോദിച്ചാൽ ഫൈസ്പൂർ സമ്മേളനമാണ്. 36ലാണ്. അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഫൈസ്പൂർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നെഹ്റു റിപ്പോർട്ട് എന്നാണ് സമർപ്പിച്ചത്? 1928 ഓഗസ്റ്റ് 10-നാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഓക്കെ, ഇനി റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 2 ചോദ്യം കൂടി പറയാം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത്, അതായത് 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളിയാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വെള്ളിയാഴ്ച ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയ 1950 ജനുവരി 26 ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ വ്യാഴാഴ്ചയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അതേപോലെ തന്നെ എന്താണ് വെള്ളിയാഴ്ചയാണ് ഇന്ത്യക്ക് എന്ത് ചെയ്തത്? സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച സ്വാതന്ത്ര്യം ലഭിച്ചു, വ്യാഴാഴ്ച എന്തായി? റിപ്പബ്ലിക്കായി. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താണ് നമ്മൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ചോദ്യമൊക്കെ ചോദിക്കാനായിട്ട്, പെട്ടെന്ന് ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ആളുകൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയം 47 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 വ്യാഴാഴ്ച. ഇനി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് രാജാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ജോൺ 6-മനാണ് ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നമുക്കറിയാം ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്ലെമന്റ് ആറ്റ്ലി. അതേപോലെ ഇന്ത്യയുടെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൻ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? JB കൃപലാനിയാണ്. അതേപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC ആണെങ്കിൽ പ്രസിഡന്റ് K കേളപ്പനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ജോൺ 6-മനാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഇന്ത്യയുടെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് ബാറ്റൻ ആണ്. കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനിയാണ്. അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് ആണ് K കേളപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ കാണുക. കാരണം ഓരോ ക്ലാസ്സും ബാക്കി ഓരോ എന്താണ് അടുത്തടുത്ത ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ബാക്കിയാണ് അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 15 ദിവസത്തെ ക്ലാസ് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 16-17 മണിക്കൂറത്തെ ക്ലാസ് ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ ഇത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മൊത്തം കണ്ടു തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇതിരുന്ന് എന്താണ് റിവിഷൻ ചെയ്യാനായിട്ടും എന്താണ് പറ്റുന്നതായിരിക്കും. കാരണം എന്താ ചോദിച്ചാൽ ഇതിന്റെ നോട്ട് നമ്മുടെ PDF ആയിട്ടുള്ള നോട്ട് ക്ലാസ്സിന്റെ നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിളും ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം കിട്ടാവുന്ന സമയങ്ങളൊക്കെ റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. കൃത്യമായി തന്നെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ കാണുക. ക്വസ്റ്റ്യൻ ബോർഡും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താണ് നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിർത്തുന്നു. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.